ജീവൻ ഇതാ അത് കഴിഞ്ഞുള്ള എൻ്റെ ഭാര്യ പോലും ഈ വണ്ടി എൻ്റെ മരണം കഴിഞ്ഞ് ആരെങ്കിലും വിൽക്കുകയോ എടുക്കുകയോ എൻ്റെ മോൻ പോലും ഇത് ഓടിക്കത്തില്ല. ഒരു കുഞ്ഞിൻ്റെ ഈ വണ്ടി കൊടുക്കത്തില്ല. ഞാൻ സ്വന്തമായിട്ടല്ലാതെ ഈ വണ്ടി ആരെ കൊണ്ട് ഞാൻ തുടിക്കുകയുമില്ല. എൻ്റെ പേര് രഘു എന്നാണ്. ഞാൻ കറ്റാണത്താണ് താമസിക്കുന്നത്. ഈ അംബാസഡർ കാറ് 2015 സെപ്റ്റംബർ 15-ാം തീയതിയാണ് ഞാൻ വാങ്ങിയത്. അപ്പോൾ ഒരു 9 വർഷം മുമ്പേ എൻ്റെ അച്ഛൻ മരിച്ചുപോയി. അന്ന് അച്ഛനുമൊക്കെ റാന്നിയിലാണ് താമസിക്കുന്നത്. അപ്പോൾ കായംകുളത്ത് വന്ന് എൻ്റെ കൂടെ താമസിച്ച് അങ്ങനെയാണ് മരിച്ചത്. അപ്പോൾ എൻ്റെ അച്ഛൻ്റെ ശവസംസ്കാര ചടങ്ങുകൾക്ക് ഇവിടുന്ന് റാന്നി കൊണ്ടുപോവുകയും ആംബുലൻസ് കൊണ്ടുപോവുകയും ഞങ്ങളൊക്കെ ഈ വണ്ടിയിലാണ് പോയതും വന്നതൊക്കെ. അപ്പം എൻ്റെ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി എനിക്ക് ഈ വണ്ടി വാങ്ങിക്കണമെന്ന് വളരെ ആഗ്രഹമായിരുന്നു. അങ്ങനെ ഞാനിത് 2015 ഈ വണ്ടി കൊടുക്കുന്നതെന്ന് ചോദിച്ചു. എൻ്റെ ആത്മസുഹൃത്തിൻ്റെയാണ്. വണ്ടി തരാമെന്ന് പറഞ്ഞു. ഞങ്ങൾ വില പറഞ്ഞു. അങ്ങനെ സമ്മതിച്ചു. പിറ്റേ ദിവസം പൈസ കൊണ്ട് കൊടുത്തു. അതിനടുത്ത ദിവസം ഈ വണ്ടി പേര് മാറ്റി ഞാൻ ഈ വണ്ടി കൊണ്ടുപോയി. ഇനി എൻ്റെ മരണം വരെ ഞാൻ വേറൊരു വണ്ടിയെപ്പറ്റി ഇനി റോൾസ് റോയ്സ് തരാമെന്ന് പറഞ്ഞാലും ഞാൻ ചിന്തിക്കുന്ന പ്രശ്നമില്ല. എൻ്റെ ഈ വണ്ടി എൻ്റെ മരണം കഴിഞ്ഞ് ആരെങ്കിലും വിൽക്കുകയോ എടുക്കുകയോ അല്ലെന്നൊരു സർക്കാർ പറയണം 20 കൊല്ലം അല്ലെങ്കിൽ 25 കൊല്ലം കഴിയുമ്പോൾ പൊളിച്ച് വിൽക്കാൻ പറഞ്ഞാൽ എൻ്റെ മനസ്സില്ലാ മനസ്സോടുകൂടി ഞാനിത് കൊടുക്കും. ഞാൻ ഈ വണ്ടി എടുത്തത് 85,000 രൂപയ്ക്കാണ് അന്നെടുത്തത്. 85,000 രൂപയ്ക്ക് എടുത്ത് പിന്നെ പേര് മാറ്റി. എനിക്ക് ഇതിനകത്ത് വലിയ പൈസ ചിലവൊന്നും വന്നിട്ടില്ല. പിന്നെ ടെസ്റ്റിന് റണ്ണിങ് ബോർഡ് 2 പാച്ച് വർക്ക് ഉണ്ടായിരുന്നു. അത് 2 മാറ്റി. പിന്നെ പെയിൻറ്റ് ചെയ്തു. അല്ലാതെ വേറെ പൈസ ഒന്നും എനിക്കിതിനകത്ത് ചിലവ്. പിന്നെ ചിലപ്പം ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യാനോ അങ്ങനെയൊക്കെയുള്ള ഓയിൽ മാറ്റാൻ ഇപ്പം 200 രൂപ കൊടുക്കണം. ഓയിൽ ഫിൽറ്റർ മാറുന്നതിന്. പിന്നെ ഡീസൽ ഫിൽറ്റർ മാറുന്നതിന് 6 വർഷം മുമ്പ് പോകുന്ന വഴി പന്തളത്തു നിന്ന് ഡീസൽ അടിച്ച് ആ ഡീസലിനകത്ത് വെള്ളമായിരുന്നു. വണ്ടിയൊക്കെ കയറി സ്റ്റാർട്ടാകും. ആക്സിലേറ്ററെ തൊട്ടില്ലെങ്കിൽ അന്നേരം ഓഫാകും. അങ്ങനെ എനിക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടായി. അങ്ങനെ ഞാൻ പിന്നെ ഒരു പരുവത്തിൽ ഇവിടെ കൊണ്ടുവന്നിട്ട് ഓച്ചറ പള്ളിമുക്കിന് ഈ ഡീസൽ പമ്പ് പണിയുന്നൊരു വർക്ക്ഷോപ്പുണ്ട്. ആ വർക്ക്ഷോപ്പിൽ കൊണ്ടുപോയി അഴിച്ച് നോക്കിയപ്പം വെള്ളമായിരുന്നു. ഡീസൽ പമ്പ് ഇതിൻ്റെയൊക്കെ പണിയണമെങ്കിൽ 10,000, 20,000 രൂപ ചിലവ് വരും. പക്ഷേ എൻ്റെ ഒരു സുഹൃത്തും വളരെ അടുത്ത ആത്മാർത്ഥ സുഹൃത്തായതുകൊണ്ട് എനിക്ക് 8,000 രൂപയെ ചിലവായിരുന്നു. അത്യാവശ്യ കാര്യങ്ങളൊക്കെ മാറ്റിയുള്ളൂ, എല്ലാം ഒന്നും മാറ്റിയില്ല. അപ്പം അങ്ങനെ ഒരു പണി വന്നിട്ടുണ്ട്. വേറെ ഒന്നും വന്നിട്ടില്ല, ഇതുവരെ ഒന്നും വന്നിട്ടില്ല. ബാറ്ററിയൊക്കെ താണ്ട അടിക്കുന്ന അറിയാമല്ലോ, ഒറ്റ അടിക്ക് വണ്ടി സ്റ്റാർട്ടാകും. ഞാൻ അതുപോലെ വണ്ടി പരിപാലിക്കുന്നത് അതുകൊണ്ടാണ്. അല്ലാതെ തോന്നുന്ന പോലെ കൊണ്ട് നടന്നിരുന്നെങ്കിൽ ഇപ്പോൾ എവിടെയെങ്കിലുമൊക്കെ ചളുക്കവും തുരുമ്പ് ഇതെവിടെയെങ്കിലും തുരുമ്പുണ്ടോ നോക്കൂ, ഒരിടത്തും തുരുമ്പില്ല. ഞാൻ നല്ല പൊന്നുപോലെ സൂക്ഷിക്കുന്ന ഒരു വണ്ടിയാണ്, ആത്മാർത്ഥമായിട്ട്. നിങ്ങൾക്ക് ഈ വണ്ടി കാണുമ്പോൾ അറിയാമല്ലോ. ചെറിയ നിസാര പണി വന്നാലും അന്നേരം തന്നെ ഞാനത് ചെയ്യിക്കും. ഇപ്പം ഞാൻ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ 2 ആഴ്ച മുമ്പ് തമിഴ്നാട്ടിൽ രാജവാളയം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി ഒരു 250 കിലോ പിഴുപുളി എടുക്കാനായിട്ട് പോയത്. എനിക്ക് പുളിയുടെ ബിസിനസ് ഉണ്ടല്ലോ. അപ്പം അതെടുത്തുകൊണ്ട് വന്നു. പിന്നെ അത്യാവശ്യത്തിന് തൃശ്ശൂർ പോകും, ഗുരുവായൂർ പോകും, പിന്നെ തിരുവനന്തപുരത്ത് പോകും. അങ്ങനെ പല സ്ഥലങ്ങൾ ഇപ്പോഴും നല്ല കണ്ടീഷനായിട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഞാൻ അടുത്ത ആഴ്ച ഇപ്പം തമിഴ്നാട്ടിൽ രാജവാളയത്ത് പോവാണ് പുളി എടുക്കാനായിട്ട്. എൻ്റെ വണ്ടിക്ക് യാതൊരു കുഴപ്പവും ഇന്നുവരെ എനിക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ അല്ലെങ്കിൽ വഴി കിടക്കോ അങ്ങനെ യാതൊന്നും ഇന്നേ സമയം വരെ ഉണ്ടാക്കിയിട്ടില്ല. ഞാൻ ഒരുപാട് ഓടുന്നുണ്ട്. ഞങ്ങൾ വടശ്ശേരിക്കര എൻ്റെ ഭാര്യയുടെ അനിയത്തി താമസമുണ്ട്. അവിടെ പോയിട്ട് വന്നപ്പോൾ ഒരു മരണത്തിൻ്റെ കാര്യത്തിന് വേണ്ടി പോയിട്ട് വന്നപ്പോഴേ ഞങ്ങൾ 10 പേര് ഈ കാറെ കയറി വന്നതാണ്. അംബാസഡർ എന്ന് പറഞ്ഞാൽ പണ്ടത്തെ രാജാവാണ്. ഇപ്പോഴത്തെ വണ്ടി പോലല്ല. ഇതെവിടെയെങ്കിലും ഒന്ന് മുട്ടുന്ന വണ്ടി മുട്ടത്തോട് പോലെ പൊടിഞ്ഞു പോകുക, അല്ലാതെ എൻ്റെ വണ്ടിക്ക് യാതൊരു കുഴപ്പവും ഉണ്ടാകത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കൊടുക്കാതെ, എൻ്റെ മരണം വരെ ഞാനിത് കൊടുക്കത്തില്ല, ഞാൻ കൊണ്ടു നടക്കും. അങ്ങനെ വലിയ പണിയൊന്നും വരാറില്ല. ചിലപ്പോൾ ഒന്ന് ബ്രേക്ക് ഒന്ന് സെറ്റ് ചെയ്യണം. അതൊക്കെ നമ്മുടെ 2-ാം കുറ്റിയിൽ അയ്യപ്പൻ എന്ന് പറയുന്ന ഒരു പയ്യൻ്റെ വർക്ക്ഷോപ്പുണ്ട്. അപ്പോൾ അവിടെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അവനൊന്ന് ഓടിച്ച് നോക്കിയിട്ട് എന്താണെന്ന് വെച്ചാൽ ചെയ്തു തരും. അല്ലാതെ പ്രത്യേകിച്ച് പണിയൊന്നും ഈ സമയം വരെ ഇല്ല. 2005 ഡിസംബർ ആണ് ഈ വണ്ടി വന്നത്. 2006 ജനുവരിയിലാണ് ഇത് രജിസ്റ്റർ ചെയ്തത്. അപ്പോൾ ഇതുവരെ എൻജിൻ പണിയോ അല്ലെങ്കിൽ ഗിയർ ബോക്സിൻ്റെ പണിയോ അല്ലെങ്കിൽ യാതൊന്നും. പിന്നെ ടെസ്റ്റിന് ഞാൻ ഒന്ന് പെയിൻറ്റും ഒക്കെ ചെയ്ത് അത് സാധാരണ ചുമ്മാ ചെയ്യുന്ന പെയിൻ്റല്ല, കാശ് കൊടുത്ത് തന്നെ നല്ല രീതിയിൽ പെയിൻറ്റ് ചെയ്യിച്ചിട്ടേക്കുക. അതുപോലെ തന്നെ സീറ്റ് 8,000 രൂപയായി ആ സീറ്റ് അടിച്ചിട്ടപ്പോൾ. അപ്പം നമ്മൾ ആത്മാർത്ഥമായിട്ട് കാശ് മുടക്കി തന്നെ ഇത് ചെയ്യുന്നത്, അല്ലാതെ ഈ ഉഴപ്പിയ രീതിയിലൊന്നും നമ്മൾ ചെയ്യത്തില്ല. എൻ്റെ വണ്ടി ഞാൻ അങ്ങനെ തന്നെ സൂക്ഷിക്കുന്നത്. അല്ലേ പിന്നെ ഈ 2006 മോഡൽ വണ്ടി തമിഴ്നാട്ടിലൊക്കെ ഓടിയേച്ച് തിരിച്ചു വരണം. അത്
എൻ്റെ ഭാര്യ, എൻ്റെ മരുമോള്, എൻ്റെ കൊച്ചുമക്കൾ, ഞങ്ങളെല്ലാം കൂടെ പോയത്. യാതൊരു കുഴപ്പവും ഇതുവരെ ഉണ്ടായിട്ടില്ല, ഇനിയും ഉണ്ടാകത്തില്ല എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഉണ്ട്. അത്യാവശ്യം എൻ്റെ സുഹൃത്തുക്കളാരും പറയുകയാണെന്ന് അവർ ഡീസൽ അടിച്ചു തരും, ഞാൻ തന്നെ ഓടിക്കും. ഇത് വേറെ ഒരു മനുഷ്യനും ഓടിക്കുകയില്ല. ഓടിക്കത്തില്ല. ഒരു മനുഷ്യൻ പോലും ഇത് കൈകൊണ്ട് തൊടത്തില്ല. ആരും ചോദിക്കത്തുമില്ല, ഞാൻ കൊടുക്കത്തുമില്ല. സ്വന്തമായിട്ട് എവിടെ പോകണമെങ്കിലും സ്വന്തമായിട്ട് പോകും. ഞാൻ ഇപ്പോൾ അധികം ദൂരമൊന്നും അങ്ങനെ പോകാറില്ല. ഇപ്പം തമിഴ്നാട് പോയതാ, അത് തന്നെ എത്ര കിലോമീറ്റർ എന്നറിയാം? 170 കിലോമീറ്റർ ഉണ്ട് രാജപാളയം, ഇവിടുന്ന് വൺ സൈഡ്. അപ്പോൾ അത്രയും. അപ്പോൾ എൻ്റെ മോള് പറഞ്ഞു, അച്ഛനെ കൊണ്ടുപോകണ്ട, വണ്ടി കൊണ്ടുപോകണ്ട, നിങ്ങൾ വേറെ വല്ലതും വണ്ടി പിടിച്ചു പോകും, അല്ലെങ്കിൽ അച്ഛൻ അങ്ങോട്ട് പോകുമ്പോൾ ഉറങ്ങോ ക്ഷീണം വരുമല്ലോ, ചെയ്താൽ ബുദ്ധിമുട്ടാണെന്ന് പറഞ്ഞു. എന്നിട്ട് പോലും ആ വണ്ടി ഞങ്ങൾ രാവിലെ ഒരു 6 മണിക്ക് പോയി, രാത്രി 1:30 ആയപ്പോഴാണ് തിരിച്ചു വന്നത്. ഒന്നുമില്ലായിരുന്നു. ഞങ്ങൾ പിന്നെ നമ്മുടെ ഡാമുണ്ട്, തെന്മല ഡാം, തിരുമല കോവിൽ, കുറ്റാലം, അത് കഴിഞ്ഞ് കുറ്റാലം കഴിഞ്ഞ് മാതാപുരം എന്ന് പറയുന്ന സ്ഥലമുണ്ട് അവിടെ, പിന്നെ തെങ്കാശിക്ക് അപ്പുറം നമ്മുടെ തിരുനെൽവേലി പോകുന്ന റൂട്ടിൽ ഒരു മാർക്കറ്റുണ്ട്, വലിയ പച്ചക്കറി മാർക്കറ്റ്. ആ മാർക്കറ്റിൽ പോയിട്ട് ഞങ്ങൾ പച്ചക്കറിയൊക്കെ ആവശ്യത്തിന് വാങ്ങി നല്ല ജോളിയായിട്ട്, നല്ല സന്തോഷമായിട്ട് ഞങ്ങൾ പോയിട്ട് തിരിച്ചു വന്നു. നല്ല സുഖമല്ലേ? പിന്നെ കാലുമൊക്കെ നീട്ടി വെച്ച്, ഈ വണ്ടിയുടെ കൂട്ടൊന്നും അല്ല, കാലുമൊക്കെ നീട്ടി വെച്ച് ലാവിഷായിട്ട്, നല്ല സ്പേസ്. അതുപോലെ തന്നെ ഡിക്കിക്കകത്തൊരു 300 കിലോ സാധനം കയറും. പിന്നെ ഞാൻ ഇത് കൊടുക്കത്തില്ലല്ലോ. എൻ്റെ ബിസിനസ്സിൽ ഏറ്റവും എൻ്റെ ജീവൻ ഇതാ, അത് കഴിഞ്ഞുള്ള എൻ്റെ ഭാര്യ പോലും. മനസ്സിലായോ? എൻ്റെ ജീവൻ ഇതാ. ഞാൻ ഇതേല സാധനം കൊണ്ടുവന്നു ഒക്കെ, എല്ലാ സാധനങ്ങളും. ഒരു പ്രശ്നവുമില്ല. വണ്ടിയുടെ പണ്ടത്തെ ഇപ്പം വണ്ടി പവറിലെ വലിവിലൊക്കെ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ബുദ്ധിമുട്ടല്ലേ? പവർ ഉണ്ടോ ഇപ്പോഴും? പഴയ ഒരു 10% കുറവുണ്ട് പണ്ടത്തെ പുതിയ വണ്ടി വന്നതിൽ 10% കുറവ്. 90% ഓക്കെയാണ്, 10% കുറവ്. അത് എത്ര എന്നാലും ഓടി ഇത്രയും ആയില്ലേ? ഇനിയിപ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ എഞ്ചിൻ പണി ചെയ്യണ്ടേ? ആ കണ്ടീഷൻ വരികയല്ലേ? അപ്പോൾ അതായത് നമ്മൾ ചെറുപ്പത്തിലുണ്ടായിരുന്ന ആൾ ചില പ്രായമായി വരുമ്പോഴത്തേക്ക് അതിൻ്റേതായ ശാരീരിക അസ്വസ്ഥത ഉണ്ടാകും, അതേ ഉള്ളൂ. അല്ലാതെ മറ്റ് യാതൊരു കുഴപ്പങ്ങളും ഇതുവരെ എന്നെ വഴി കിടത്തിയിട്ടില്ല. ഇപ്പം 1,03,714 കിലോമീറ്റർ ഓടിയിട്ടുണ്ട്. എൻ്റെ മോൻ പോലും ഇത് ഓടിക്കത്തില്ല. ഒരു കുഞ്ഞിൻ്റെ ഈ വണ്ടി കൊടുക്കത്തില്ല. ഞാൻ സ്വന്തമായിട്ടല്ലാതെ ഈ വണ്ടി ആരെക്കൊണ്ട് ഞാൻ തുടിക്കുകയുമില്ല. ഇപ്പം മരുമോള് എന്നോട് പല പ്രാവശ്യം പറഞ്ഞു, നമുക്കിത് കൊടുത്തിട്ട് വേറെ പുതിയ വണ്ടി വാങ്ങിക്കാവുന്നത്. ഞാൻ പറഞ്ഞു, നിങ്ങൾ മേടിച്ച് ഓടിച്ചോ, എനിക്ക് വേണ്ട, ഞാൻ ഓടിക്കാനും വരികയില്ല, എനിക്ക് എൻ്റെ വണ്ടി മതിയെന്ന് പറഞ്ഞു. 20 കിലോമീറ്റർ, 1 ലിറ്റർ ഡീസൽ 20 കിലോമീറ്റർ കിട്ടുന്നുണ്ട്. ലോങ് പോകുമ്പോഴായാലും അല്ലാതെ ആയാലും എനിക്ക് 20 വെച്ച് കിട്ടുന്നുണ്ട്. ഞാൻ ടെസ്റ്റ് ചെയ്ത് നോക്കിയതാണ്. 1 ലിറ്റർ ഡീസൽ ഞാൻ ഈ വണ്ടി ടെസ്റ്റ് ചെയ്ത് നോക്കിയത് കൊണ്ടാണ് പറയുന്നത്, അല്ല ചുമ്മാ പറയുകയല്ല. പിന്നെ ഓയിൽ ചിലവൊന്നുമില്ല, ഒരു മെയിൻ്റനൻസും അങ്ങനെ ഇല്ല. ഡീസൽ അടിക്കണം, പോകണം, അത്ര മാത്രമേ ഉള്ളൂ. ഞാൻ ജോലിക്ക് പോകുമ്പോഴും ഈ വണ്ടി ചിലപ്പോൾ കൊണ്ടുപോകും. മഴയാണെങ്കിൽ സ്കൂട്ടർ എപ്പാനൊക്കത്തില്ലല്ലോ, അപ്പോൾ ഈ അംബാസഡറും കൊണ്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനെ എല്ലാ കാര്യങ്ങൾക്കും. പിന്നെ ഡീസലിൻ്റെ വില കൊണ്ട് നമ്മൾ ഇച്ചിരി പുറകോട്ടാന്നുള്ളതേ ഉള്ളൂ. പിന്നെ ഞങ്ങൾക്കെല്ലാം കൂടെ എവിടെയെങ്കിലും പോകണമെന്ന് വരിയിൽ ഞങ്ങൾ സ്ഥിരമായിട്ട് ഈ വണ്ടിയെ തന്നെ പോകുന്നത്. വേറെ വണ്ടികൾ ഇപ്പോൾ ഓടിക്കുന്നുണ്ട്, ഉണ്ടല്ലോ, പുതിയ കാറുകൾ ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഈ വണ്ടി ഓടിക്കുന്നത് ഇപ്പോൾ ഇത്ര കൊല്ലമായിട്ട് ഓടിക്കുന്നത്, നമ്മളിപ്പോൾ എടുക്കുന്ന തൊട്ട് നമ്മൾ ഈ വണ്ടി ഉണ്ട്. അപ്പോൾ ഈ പുത്തൻ കാറുകൾ നമുക്ക് ഓടിക്കുന്നതിൻ്റെ ഒരു എക്സ്പീരിയൻസ് ഉണ്ടല്ലോ. ഉണ്ട്. നമ്മളിപ്പോൾ പഴയ വണ്ടി ഓടിക്കുന്നു, പുതിയ വണ്ടി ഓടിക്കുന്നു. ചേട്ടന് കുറച്ചുകൂടി ഇപ്പം നമുക്ക് കുറച്ച് ഇമോഷണലി നമ്മൾ ഈ വണ്ടിയായിട്ട് കണക്റ്റഡ് ആണ്, അതിൻ്റെ ഒരു സാധ്യതയുണ്ട്. അപ്പോൾ ഈ പുത്തൻ വണ്ടിയുടെ ഒരു ടെക്നോളജി ഇതിനകത്തില്ല. ഇല്ല. ഇപ്പോൾ ബ്രേക്കിംഗ് സിസ്റ്റം ആണെങ്കിലും മറ്റു രീതിയിലുള്ള ഒരു സാധനങ്ങളും ഇല്ലല്ലോ. അതും ഇത് തമ്മിലുള്ള ഒരു മെയിൻറ്റെയിനിങ്ങും അതിൻ്റെ ഒരു എക്സ്പീരിയൻസും എങ്ങനെയായി? വ്യത്യാസമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പുതിയ വണ്ടി പുതിയ ടെക്നോളജിയിലുള്ളതാണ്. ഒരു വിരൽ കൊണ്ട്, ഒരു അണിവിരൽ കൊണ്ട് തിരിക്കാം. ഇത് തിരിക്കണമെന്ന് വരി എൻ്റെ മുഴുവൻ ആരോഗ്യം എടുത്തേ പറ്റുള്ളൂ. ഇത് പവർ സ്റ്റിയറിംഗ് അല്ല, AC ഇല്ല. അപ്പം വിൻഡോ ഗ്ലാസ്സും ഒക്കെ തുറന്നിട്ടാണ് നമ്മൾ പോകുന്നത്, ഫാനും ഒക്കെ ഇട്ടാണ്. ഇല്ല. ഇതിന് AC പിടിപ്പിക്കാൻ പറ്റത്തില്ല. ഇതിൻ്റെ എഞ്ചിന് താങ്ങാനുള്ള പവറില്ല. ഇത് സ്ലൈഡ് എഞ്ചിൻ എന്ന് പറയുന്ന എഞ്ചിനാണ് ഉള്ളത്. അതേസമയം ഈ ലാസ്റ്റ് നിർത്തിയ അംബാസഡർ ആണെന്ന് വരിയില്ലേ, അതിന് AC-യും പവർ വിൻഡോ എല്ലാം ഉള്ളതാണ്. അപ്പോൾ പുതിയ വണ്ടി എന്ന് പറയുമ്പം ഇതിനേക്കാൾ കുറേ കൂടെ സ്പീഡ് കൂടുതലാണ്. ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഡിസ്ക് ബ്രേക്കാണ്, പവർ ബ്രേക്കെല്ലാം.
അപ്പോൾ അതുകൊണ്ട് ഇത് ചവിട്ടുന്നിടത്ത് ചിലപ്പോൾ നിന്നെന്ന് വരികയില്ല, നമ്മൾ അതനുസരിച്ച് ചവിട്ടണം. അതായത് ഈ വണ്ടിയും കൊണ്ട് ഞാൻ രാജപാളയത്ത് പോയപ്പം ബ്രേക്ക് സെറ്റ് ചെയ്യണമെന്ന് വിചാരിച്ച, പക്ഷേ ചെയ്തില്ല. അപ്പം ഇത് ഒരു ചവിട്ടേണ്ടത് പമ്പ് ചെയ്ത് 3 ചവിട്ടി ചവിട്ടണം. ഒരു ചവിട്ട്, ഇതും ഒരു ചവിട്ട് മതി, സെറ്റ് ചെയ്യുകയാണെങ്കിൽ ഒറ്റ ചവിട്ട് മതി. പക്ഷേ ബ്രേക്ക് കുറവായിരുന്നു. ഇപ്പം ഞാൻ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞു. ഞാൻ 6 മണിക്ക് പോയല്ലോ. ഞാൻ അങ്ങനെ പോയിട്ട് ചെങ്കോട്ടയ്ക്ക് മേളിൽ, പുളിയറയ്ക്ക് മേളിൽ രസുവളമൊക്കെ, അതൊക്കെ നല്ല ബ്രേക്ക് ഇല്ലാതെ വണ്ടി ഒന്നും തിരിഞ്ഞു പോവുകയില്ല, ചവിട്ടി ഇറക്കിക്കൊണ്ട് പോകണം. ഇത് ഒറ്റ ചവിട്ടല്ല, 3 ചവിട്ട് പമ്പ് ചെയ്ത് ചവിട്ടിയെങ്കിലേ ബ്രേക്ക് കിട്ടുകയുള്ളൂ. മനസ്സിലായോ? അപ്പോൾ ഈ വണ്ടിയും കൊണ്ടാണ് ഞാൻ രാജപാളയത്ത് പോയിച്ചു വന്നത്. അപ്പോൾ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടുകളും ഉണ്ടായില്ല. പക്ഷേ എൻ്റെ ഭാര്യയോടും മക്കളോടും പോലും ഞാൻ പറഞ്ഞില്ല ബ്രേക്ക് കുറവാണെന്നുള്ളത്. അതെനിക്ക് മാത്രമേ അറിയത്തുള്ളൂ. എനിക്ക് ഏറ്റവും ഇഷ്ടം അംബാസഡർ ഓടിക്കുന്നത്. കാരണം ഞാൻ 1976 ഡ്രൈവിങ് പഠിച്ച്. അന്ന് വണ്ടി ഈ സമൂഹത്തിൽ അങ്ങനെ വണ്ടിയില്ല. റാന്നിയിൽ ഒരു ജീപ്പാണ് ഉള്ളത്. പിന്നെ അവിടെ വലിയ സാമ്പത്തികം ഉള്ളവർക്കൊക്കെ 1ഉം 2ഉം കാറ് കാണും. അതൊന്നും നമുക്ക് ഓടിക്കാൻ പറ്റത്തില്ലല്ലോ. ലാസ്റ്റ് പിന്നെ അതെല്ലാം ഓടിച്ചു. ഞാൻ ഇങ്ങേയറ്റം മെർസിഡീസ് SEL 600 അതുവരെ ഞാൻ ഓടിച്ചോനാണ്. ജാഗ്വാർ ഓടിച്ചു. എനിക്ക് ഓടിക്കാൻ കിട്ടാതെ പോയത് റോൾസ് റോയ്സ് മാത്രമേ ഉള്ളൂ. കാരണം ഞാൻ 16 വർഷം കുവൈറ്റിലായിരുന്നു. ഞാൻ അന്ന് ചെന്ന സമയത്ത് എനിക്ക് മെക്കാനിക്കൽ ഡിപ്പാർട്ട്മെൻറ്റിലാണ് എനിക്ക് ജോലി കിട്ടിയത്. ഞാൻ 1999 കുവൈറ്റിൽ പോയത്. ഞാൻ പോകുന്നത് ജൂണിലാണ്. ആ ജൂണിൽ പോയിട്ട് ഡിസംബറിലെ ഫസ്റ്റ് ടെസ്റ്റിന് കുവൈറ്റിൻ്റെ ലൈസൻസ് വാങ്ങിച്ചോനാണ് ഞാൻ. ആദ്യത്തെ ടെസ്റ്റിന്. അത് സാധാരണഗതിയിലെ ഗൾഫ് കൺട്രീസ് GCCയിലൊന്നും ആദ്യത്തെ ടെസ്റ്റിനൊന്നും പോയ ലൈസൻസ് കിട്ടുകയില്ല. എൻ്റെ കൂടെ അന്ന് ട്രാൻസ്പോർട്ട് ഇവിടെ ഓടിച്ചുകൊണ്ടിരുന്ന 6 പേരുണ്ടായിരുന്നു. 6 പേരും തോറ്റുപോയി. അപ്പോൾ എനിക്ക് ലൈസൻസ് കിട്ടി. അപ്പോൾ അങ്ങനെ ഞാൻ ഈ മെക്കാനിക്കൽ സെക്ഷനിലാകുമ്പോഴത്തേക്ക് എൻ്റെ ഫോർമാൻ ഒരു സുഡാനിയായിരുന്നു. സുഡാനിയല്ല, അയാൾ ഈജിപ്തുകാരനാണ്. സുഡാൻ്റെ ഈജിപ്തിൻ്റെ അതിർത്തിക്കാരനാണ്. അപ്പോൾ അയാൾക്ക് എന്നോട് വലിയ കാര്യമായിരുന്നു. അപ്പം എൻ്റെ കമ്പനിയുടെ അറബി, അതായത് ഷെയ്ഖ്, പുള്ളി വണ്ടി പണിയാനായിട്ട് ഞങ്ങളുടെ അവിടെ കൊണ്ടുവന്ന് ഓയിൽ മാറാനും പിന്നെ ഫ്ലൂയിഡ് നോക്കാനും. അങ്ങനെ ഒരു ദിവസം മെർസിഡീസ് കൊണ്ടുവന്ന് അതിൻ്റെ ഓയിലുമൊക്കെ നോക്കി, ഓയിലുമൊക്കെ മാറ്റി കഴിഞ്ഞ് ഞങ്ങളുടെ ഫോർമാൻ എന്നോട് രഘു പോയിട്ട് ഇന്ന വണ്ടിക്ക് സ്പെയർ പാർട്സ് വാങ്ങിച്ചുകൊണ്ട് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ സ്വന്തം കാർ എടുത്തുകൊണ്ട് പോകാമെന്ന് പറയുമ്പോൾ ഇയാൾ പറഞ്ഞു അത് കൊണ്ടുപോകേണ്ട, മെർസിഡീസ് കൊണ്ടുപോയാൽ മതി. അങ്ങനെ ഞാൻ ആ മെർസിഡീസ് കൊണ്ടുപോയി. അന്ന് ഒന്ന് കൊണ്ടുപോയി. പിന്നെ പല ദിവസങ്ങളിലും എനിക്ക് ജാഗ്വാറ്, മെർസിഡീസ്, പിന്നെ അങ്ങനെ ഗൾഫിലെ വലിയ വലിയ കൂടിയ വണ്ടികൾ എല്ലാം ഓടിക്കാനുള്ള ഭാഗ്യം ദൈവം തമ്പുരാൻ തന്നു. ഇന്ന് ഞാനിപ്പോൾ തൻ്റെ കാറ്ററിംഗ് കമ്പനിയിലെ വലിയ വണ്ടിയുണ്ട്, ചെറിയ വണ്ടിയുണ്ട്, എല്ലാം ഓടിക്കുന്നുണ്ട്. 2 ദിവസം കൂടുമ്പോൾ ഇത് കഴുകുകയല്ല, തുടയ്ക്കും. അംബാസഡറിന് 2 ദിവസം ഒരാഴ്ച കൂടുമ്പോൾ കഴുകാൻ പാടില്ല. കാരണം വെള്ളം ഇതിൻ്റെ റണ്ണിങ് ബോർഡ് വീണ് കഴിഞ്ഞാൽ പെട്ടെന്ന് ദ്രവിച്ചു പോകും. അപ്പോൾ അത് ഒരുമാതിരിപ്പെട്ട ആർക്കും അറിയത്തില്ല. അപ്പോൾ കഴുകരുത്, വെള്ളത്തിൽ മുക്കി തോർത്തുകൊണ്ട് തുടച്ചെടുക്കുകയാകാവും. അപ്പോൾ ഈ വെള്ളം താഴോട്ട് പോവുകയില്ല. ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത്, വെള്ളം കോരി ഒഴിക്കുകയില്ല. അതുകൊണ്ടാണ് തുരുമ്പില്ലാതിരിക്കുന്നത്. അല്ലെങ്കിൽ പെട്ടെന്ന് തുരുമ്പെടുത്തു. ഇതാർക്കും കഴുകി കഴിഞ്ഞാൽ ഈ ഡോറിൻ്റെ ബീഡിങ്ങിനിടയ്ക്ക് കൂടെ വെള്ളം റണ്ണിങ് ബോർഡിനകത്ത് പോകും, അവിടെ കിടക്കും. അതവിടെ കിടന്ന് തുരുമ്പിക്കും, പെട്ടെന്ന് തുരുമ്പിക്കും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ ഞാൻ ശ്രദ്ധിക്കുന്നതുകൊണ്ട് ഞാൻ പറയാം, കഴിഞ്ഞ നവംബറിൽ ഞാൻ റണ്ണിങ് ബോർഡിൻ്റെ പണി, വണ്ടിയുടെ പാച്ച് വർക്ക് തീർത്താൽ ഇതുവരെ എവിടെയെങ്കിലും ഒരു ശകലം തുരുമ്പുണ്ടോയെന്ന് ചോദിക്കും. അത് ഞാൻ സൂക്ഷിക്കുന്നതിന് കൂടുതലും ഉണ്ടാ. അല്ലെങ്കിൽ എപ്പോഴാ തുരുമ്പെടുത്ത് പോയേനും ഇത് ആക്രി വിലയ്ക്ക് തൂക്കി കൊടുക്കാമായിരുന്നു. അപ്പോൾ എങ്ങനെ എല്ലാം കൊണ്ടും എനിക്ക് ഏറ്റവും ഇഷ്ടം. പുതിയ വണ്ടി ഓടിക്കാൻ താല്പര്യമില്ല എനിക്ക്. ഇതിൻ്റെ സീറ്റ് ഞാൻ ടെസ്റ്റിങ്ങിന് മുമ്പായിട്ടൊന്ന് മാറ്റിയതാണ്, പഴയ സീറ്റല്ല. ഈ സീറ്റിന് 8,000 രൂപയോളം കൊടുത്താണ് ഈ സീറ്റ് അടുപ്പിച്ചിരിക്കുന്നത്. പിന്നെ ഈ വണ്ടി രാവിലെ സ്റ്റാർട്ട് ചെയ്യുമ്പം തണുത്ത് കിടക്കുന്നത് കൊണ്ട് സാധാരണ പുതിയ വണ്ടി പോലെ സെൽഫ് അടിച്ചാൽ ഉടനെ സ്റ്റാർട്ടാകുകയില്ല. ഇതിന് ഹീറ്റർ എന്ന് പറയുന്ന സാധനമുണ്ട്. ആ ഹീറ്റർ ഒരു 2-3 സെക്കൻഡ് ഞെക്കി പിടിക്കണം. അപ്പോൾ പമ്പ് മുഴുവൻ ഹീറ്റാവും. ഹീറ്റായി കഴിഞ്ഞാൽ ഉടനെ അടിച്ചു കഴിഞ്ഞാൽ ഒറ്റ അടിക്ക് വണ്ടി സ്റ്റാർട്ടാകും. അതുപോലെ തന്നെ ഇതിൻ്റെ ഇൻഡിക്കേറ്ററും പിന്നെ അത് പുതിയ വണ്ടിക്ക് ഇതുപോലെ തോന്നുന്നു. ഇൻഡിക്കേറ്ററും ഹെഡ്ലൈറ്റും എല്ലാം ഈ 2 സ്റ്റിയറിങ്ങിൽ തന്നെയാണ്. അല്ലാതെ ഇതിനകത്ത് ബാക്കി മുഴുവൻ മാനുവലാണ്. ഗിയർ ഇടുന്നതും എല്ലാം മാനുവല, ഒന്നും ഓട്ടോമാറ്റിക്കോ അങ്ങനെയുള്ള യാതൊരു കാര്യങ്ങളുമില്ല. വിൻഡോയും എല്ലാം പിന്നെ മാനുവലാണ്. നമ്മൾ ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഇതിനകത്തൊരു ഫാൻ പിടിപ്പിച്ചിട്ടുണ്ട്. അത്യാവശ്യം നമുക്കൊന്ന് കാറ്റ് കൊള്ളണമെന്ന് വരില്ലേ. പിന്നെ കോർണർ ഗ്ലാസ് ഉണ്ട്, അത് തുറന്നങ്ങ് വെക്കും. വെച്ച് കഴിഞ്ഞാൽ ശരിക്കും കാറ്റടിക്കും. അപ്പോൾ AC-യേക്കാൾ നല്ലത് ഇത് തന്നെയാണ്. പൊടിയുടെ ഒരു പ്രശ്നമുണ്ട്. പൊടി വരുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ട് വരും, അല്ലാതെ യാതൊരു കുഴപ്പമില്ല. അല്ല, ഇത് ഞാൻ മേടിച്ചപ്പോഴേ ഇതിനകത്തുള്ള ഈ ഫാനും സ്റ്റീരിയോയും എല്ലാം. അപ്പോൾ എനിക്ക് സത്യം പറഞ്ഞാൽ
ഈ വണ്ടി ഓടിക്കുമ്പോൾ ഈ സ്റ്റീരിയോ ഒന്ന് ഓണാക്കി പാട്ട് കേൾക്കുന്നതിനകത്ത് താല്പര്യമില്ല. അപ്പോൾ ഞാൻ അതിൻ്റെ വയറ് കട്ട് ചെയ്തിട്ടേക്കുക. അതിലൊരു 7 പേരിരിക്കും, 3 പേര് ഫ്രണ്ട് ഇരിക്കും, 10 പേർക്ക് സുഖമായിട്ടിരുന്നു പോവാം. ഇത് ഉണ്ട്. ഇത് ശരിക്കും സീറ്റിംഗ് കപ്പാസിറ്റി 6 പേർക്കേ ഉള്ളൂ. പിന്നെ 4 പേരെ കൂടുതൽ കയറ്റുന്നതാണ്. എല്ലാവരും അറിഞ്ഞിരിക്കാനൊരു കാര്യം പറയാം. 6 പേര് കപ്പാസിറ്റി ഉള്ള ഒരു വണ്ടിയാൽ 8 പേരോ 7 പേരോ ഇരുന്ന് വണ്ടി ഒരു ആക്സിഡൻ്റ് ഉണ്ടായാൽ ഇൻഷുറൻസ് കിട്ടത്തില്ല. അത് പ്രത്യേകം ശ്രദ്ധിച്ചോ. കാരണം കപ്പാസിറ്റി കൂടുതൽ ആളിനെ കയറ്റിയാൽ ഇൻഷുറൻസ് കിട്ടത്തില്ല, ഒരു കാരണവശാലും കിട്ടത്തില്ല. അപ്പോൾ അതുകൊണ്ട് കഴിവതും നമ്മൾ സീറ്റിംഗ് കപ്പാസിറ്റി മാത്രമേ ഉപയോഗിക്കാവൂ. അപ്പോൾ അത് നമ്മുടെ ധൈര്യത്തിൽ അങ്ങ് കൊണ്ടുപോകുന്നില്ലയോ. അല്ലാതെ അത് നിയമപ്രകാരം തെറ്റാ. ആരെങ്കിലും വെഹിക്കിൾമാർ പിടിച്ചാലും അത് പിന്നെ ഫൈൻ അടിക്കുകയൊക്കെ ചെയ്യും, ആൾ കൂടുതലായാൽ.